ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഏതോ ഒരു കേബിൾ കാറിൽ പോകാൻ വേണ്ടി ഇങ്ങനെ അന്തവിട്ട് നടക്കുവാണ്. മെട്രോ കാത്തിരിക്കുവാണ്. ജോർജേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇരിക്കാണ്ട് ഞങ്ങൾ രണ്ടിനും ഇരിക്കുവാണ്. ഞങ്ങൾ പോയിട്ട് കാണിച്ചിട്ട് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മോൺജുയി കാസൽ. ഈ മോൺജുയി കാസൽ നിൽക്കുന്നത് മോൺജുയി ഹില്ലിൻ്റെ മുകളിലാണ്. അങ്ങോട്ടേക്ക് ബസ്സുണ്ട്, നടന്നു കയറാം, ഹൈക്കിംഗ് പോലെയൊക്കെ ചെയ്യാം. പിന്നെ കേബിൾ കാറുണ്ട്. കേബിൾ കാറിൽ വൺ വേ അടുത്തെ €10 ആണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഒരാൾക്ക്. 1640 സ്പെയിനിന്റെ മിലിറ്ററി ഫോഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കാസിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും. ഈ കാസലിന്റെ പല ഭാഗത്തും പീരങ്കികൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കടലിലോട്ട് ചൂണ്ടി നിൽക്കണ പോലെ. ഇവരുടെ ഒരു ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിരുന്നു ഈ കാസല്. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്ന നമ്മൾ തിരിച്ച് ബസ്സിനാ പോകുന്നത്. അങ്ങനെ ബസ്സിന് പോകുമ്പോൾ എന്താ പറയുക, ഒരു അടിപൊളി സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയുള്ള. അപ്പോൾ പിന്നെ ഞങ്ങൾ അതെന്താണെന്ന് ന്യൂസ് പിടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് നാഷണൽ ആർട്ട് മ്യൂസിയം ഓഫ് കാറ്റലോണിയയിലായിരുന്നു. അടിപൊളി. ഈ നാഷണൽ ആർട്ട് മ്യൂസിയം ഓഫ് കാറ്റലോണിയയിൽ നമുക്ക് സമയം പരിമിതി കാരണം കയറാൻ പറ്റിയില്ല. ഈ കാറ്റലോണിയ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് സ്പെയിനിൻ്റെ ഒരു ഓട്ടോണമസ് കമ്മ്യൂണിറ്റിയാണ് സ്പെയിനിലുള്ള. ഈ കമ്മ്യൂണിറ്റിയുടെ ക്യാപിറ്റലായിട്ട് അവർ കാണുന്നത് ബാർസലോണയാണ്. അപ്പോൾ ബാർസലോണയിൽ അവരുടെ കൊടികൾ, നമുക്ക് പതാകകൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. അവരുടെ ലാംഗ്വേജാണ് കാറ്റലാൻ. പിന്നീട് ഞങ്ങൾ പോയത് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ്. ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്ന സ്ഥലം ബാർസലോണ സ്റ്റേഡിയം അല്ലെങ്കിൽ ക്യാമ്പ് നൂ. യൂറോപ്പിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ഫുട്ബോൾ ക്ലബ്സിലൊന്നായ FC ബാർസലോണയുടെ മെയിൻ സെൻറ്ററായി 1957 ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പോയ സമയത്തൊക്കെ അത് ടെമ്പറലി ക്ലോസ്ഡ് ആണ്. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കും. അപ്പം നമ്മളിങ്ങനെ പോവുക, പിന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെറിയൊരു വിശപ്പത്തോടെ ഞങ്ങൾ ബാർസിലോണയോട് ടാറ്റ പറഞ്ഞു. അഡിയോസ്.